ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന മൈക്രോവേവ് റെസിപ്പി പറഞ്ഞാൽ എൻ്റെ ബുക്കിലെ പേജ് നമ്പർ 72-ലുള്ള ഉള്ളി ചട്നിയാണ്. നമ്മൾ സാധാരണ നമ്മൾ ദോശയ്ക്ക് ഇഡ്ലിക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഉള്ളി ചട്നി എങ്ങനെയാണ് മൈക്രോവേവിൽ ചെയ്യാം. നമ്മൾ ഡെയിലി ലൈഫ് വരുന്ന ഫുഡൊന്നും മൈക്രോവേവ് സാധാരണ ആദ്യം ചെയ്യുന്നതും കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ റെസിപ്പി ചെയ്യുന്നത്. മൈക്രോ പ്രൂഫായ ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ, സവാള, വെളുത്തുള്ളി, ഇഞ്ചി, ഉണക്കമുളക്, കറിവേപ്പില ചേർത്ത് ഒന്ന് വഴറ്റാൻ വേണ്ടിയിട്ട് ഹൈ പവറിൽ 3 മിനിറ്റാണ് നമ്മൾ കൊടുക്കുന്നത്. അതിനുശേഷം അത് പുറത്തെടുത്ത് 2 തക്കാളി, നല്ല പഴുത്ത നല്ല കളറുള്ള തക്കാളി വലുത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് വെക്കുക. തക്കാളി ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഹൈ പവറിൽ വീണ്ടും 3 മിനിറ്റ് കൊടുക്കാം. ശരിക്കും ഇതിന് 1 കപ്പ് ചെറിയ ഉള്ളിയാണ് ചേർക്കേണ്ടത്. ഞാൻ പിന്നെ ചെറിയ ഉള്ളി ശരിയാക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് സവാള ഉപയോഗിക്കുന്നത് കേട്ടോ. എന്നിട്ട് പുറത്തെടുത്ത് ഒന്ന് ചൂടാറിയതിന് ശേഷം അരയ്ക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഒരു മിക്സി ജാറിലേക്ക് മാറ്റുക. ഒരു നുള്ള് പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളി ചട്നി കിട്ടും. എൻ്റെ മൈക്രോവേവ് കുക്ക് ബുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാതൃഭൂമി ബുക്ക് സ്റ്റോളിലോ മാതൃഭൂമി ഓൺലൈനിലോ അല്ലെങ്കിൽ ആമസോണിലോ കിട്ടും. ഇല്ലെങ്കിൽ ലിങ്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ലിങ്ക് ഞാൻ അയച്ചുതരാം.